ബദ്ധവൈരികളായ പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയമായും ഇരു ധ്രുവങ്ങളിലുള്ള രണ്ടുപേരുടെ കൂടിക്കാഴ്ചയ്ക്ക് നാളെ വൈറ്റ് ഹൗസ് സാക്ഷിയാകും. ട്രംപ് മംദാനി കൂടിക്കാഴ്ചയെ കൗതുകത്തോടെ ഉറ്റുനോക്കുകയാണ് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും ന്യൂയോർക്ക് നിവാസികളും. അമേരിക്കൻ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവരാകെ തന്നെയും. ന്യൂയോർക്കിനുള്ള ഫെഡറൽ ഫണ്ടിംഗ് ആണ് ഈ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനം. വിയോജിപ്പുകൾക്കിടയിലും ഒരു യോജിപ്പിന് കളമൊരുങ്ങുമോ, അതോ ട്രംപും മംദാനിയും കടുംപിടുത്തം തുടരുമോ? എന്താകും നാളെ വൈറ്റ് ഹൗസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിലെ കാഴ്ചകൾ? ഈ കൂടിക്കാഴ്ചയുടെ അജണ്ടയും ലക്ഷ്യവും എന്താണെന്ന് നോക്കാം. മേയറായി തെരഞ്ഞെടുക്കപ്പെടുന്നവർ US പ്രസിഡന്റിനെ കാണുന്നത് പതിവാണ്. പൊതുസുരക്ഷ, സാമ്പത്തിക സുരക്ഷ എന്നിവയിലൂന്നിയ ചർച്ചയെന്നാണ് മംദാനിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റിക്ക് ആവശ്യമായ ഫണ്ട് നേടിയെടുക്കൽ തന്നെയാണ് മംദാനിയുടെ പ്രധാന ലക്ഷ്യം. വിയോജിപ്പുകൾക്കിടയിലും ഫെഡറൽ ഫണ്ടിങ്ങിനായി ഒത്തുതീർപ്പിന് സാധ്യതയെന്നാണ് പ്രതീക്ഷ. നേർക്കുനേർ വരുന്നത് നിതാന്ത വിമർശകരും ഇതേവരെ നേർക്കുനേർ പോരടിച്ചവരുമായ നേതാക്കളാണ്. ചരിത്രപരമായി തന്നെ വിരുദ്ധ ധ്രുവങ്ങളിലുള്ള പ്രത്യയശാസ്ത്ര നിലപാടുകളിലുള്ളവരുടെ കൂടിക്കാഴ്ചയാണ്. ഇന്നോളം മംദാനിക്ക് നേരെ പരിഹാസവും നിന്ദയും വെറുപ്പും മാത്രം ചൊരിഞ്ഞ ട്രംപിന്റെ സമീപനം എന്തായിരിക്കും? ഇരുവരുടെയും സമീപനവും ശരീരഭാഷയും എന്താകും? വിജയത്തിൽ മംദാനിയെ ട്രംപ് അഭിനന്ദിക്കുമോ? സാമ്രാജ്യത്വ വിരുദ്ധ ഇടതനുകൂല രാഷ്ട്രീയ നിലപാടുകളിൽ ഊന്നി മംദാനി സംസാരിക്കുമോ? ന്യൂയോർക്കിന്റെ ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന കടും നിലപാടിൽ ട്രംപ് ഉറച്ചു നിൽക്കുമോ എന്നൊക്കെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സൊറാൻ മംദാനിയുടെ മുഴുവൻ പേര് സൊഹ്റാൻ ക്വാമെ മംദാനി എന്നാണ്. ആഫ്രിക്കൻ അക്കാൻ വംശജരിലെ പുരുഷന്മാരെ സൂചിപ്പിക്കുന്ന പരമ്പരാഗത വാക്കാണ് ക്വാമെ. ഉഗാണ്ടൻ പേരുള്ള മംദാനി അഭിമാനത്തോടെയാണ് ക്വാമെ എന്നുപയോഗിക്കുന്നത്. മംദാനിയുടെ ആഫ്രിക്കൻ മിഡിൽ നെയിം ട്രംപ് ഉപയോഗിക്കുന്നതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുമുണ്ട്. ക്വാമെ എന്ന് ട്രംപ് ഉപയോഗിക്കുന്നത് മംദാനിയുടെ വംശീയത ഉയർത്തിക്കാട്ടാനാണ്. മംദാനി കുടിയേറ്റക്കാരനാണെന്ന രാഷ്ട്രീയം പറയാതെ പറയുക കൂടിയാണ് ട്രംപിൻ്റെ ലക്ഷ്യം. 100% കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തരെന്ന് വിളിച്ച് മംദാനിയെ ട്രംപ് ആക്ഷേപിച്ചിരുന്നു. മംദാനി കാണാൻ ഭയാനകനാണ്, ശബ്ദം അരോചകമാണ്, ബുദ്ധിയില്ല, പിന്തുണയ്ക്കുന്നത് മണ്ടന്മാരാണ് എന്നൊക്കെ ട്രംപ് ആക്ഷേപിച്ചിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. സനീഷ്, ഇപ്പോൾ കൗതുകകരമായ കാര്യം ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ്. എന്താ തോന്നുന്നത്? ഇതിനകത്ത് ഈ വാർത്ത കണ്ടപ്പോൾ ആദ്യം എനിക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥ ഓർമ്മ വന്നു. കാൾ മാർക്സ് സ്വർഗത്ത് പോയ കഥ. കാൾ മാർക്സ് സ്വർഗത്ത് പോയിട്ട് അവിടെ ചെന്നപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്ത ആളാണല്ലോ കാൾ മാർക്സ്. അവിടെ ചെന്നപ്പോൾ ദൈവത്തെ കണ്ടു. അപ്പോൾ ദൈവത്തെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദൈവത്തോട് വേറൊരാൾ ചോദിച്ചു, എങ്ങനെയുണ്ട് കാൾ മാർക്സ് എന്ന്. അപ്പോൾ ദൈവം പറഞ്ഞത്രേ, ദൈവമേ കാൾ മാർക്സ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ, ദൈവമോ, അതൊക്കെ ഒരു ബൂർഷ്വാ സങ്കല്പമല്ലോടോ എന്ന് ചോദിച്ചു ദൈവം എന്നാണ്. അതായത് ഒരാഴ്ച കൊണ്ട് കാൾ മാർക്സ് ദൈവത്തെ മൂപ്പരുടെ പക്ഷത്തേക്ക് ചേർത്തു എന്നാണ്. അപ്പോൾ ഈ ട്രംപ് ആദ്യമായിട്ടാണ് ഈ മറ്റുള്ളൊരു കക്ഷിനെ മുഖാമുഖം കാണുന്നുണ്ടാവുക. അതായത് ഒന്ന് ഇയാൾ കമ്മ്യൂണിസ്റ്റ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഇയാൾ കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല, സോഷ്യലിസ്റ്റാണ്. ഈ ട്രംപ് അയാളുടെ ജീവിതകാലം മുഴുവൻ ഈ ക്യാപിറ്റലിസ്റ്റുകൾക്കിടയിൽ ജീവിച്ച ഒരാളാണല്ലോ. അപ്പോൾ ഇയാൾ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വന്ന് മുന്നിലിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ട്രംപിസം പുറത്തേക്ക് എടുക്കുന്ന ഒരു കൂടിക്കാഴ്ച സെലൻസ്കി ആയിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. മൂപ്പര് അത്യാവശ്യം അഗ്രസീവായിട്ട് പെരുമാറുകയൊക്കെ ചെയ്തു. സെലൻസ്കി ഒന്ന് ചെറുതാക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ മംദാനി നമ്മൾ കണ്ടെടുത്തോളം അങ്ങനെ ചെറുതാക്കാൻ ശ്രമിച്ചാൽ ചെറുതാകുന്ന ആളല്ല. അയാൾക്കൊന്നും അയാളുടെ രാഷ്ട്രീയത്തിൽ നല്ല പിടുത്തമുണ്ട്, ചെറുപ്പമാണ്. അയാൾ അമേരിക്കനാണ്. സെലൻസ്കിയെ പോലെ പുറത്തുനിന്ന് വന്ന ആൾ അമേരിക്കനാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരം മേയറായിട്ട് തിരഞ്ഞെടുക്കുന്ന ആത്മവിശ്വാസമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തെ ഒരു മാർക്സിസ്റ്റാക്കിയ കാൾ മാർക്സിൻ്റെ സാന്നിധ്യം പോലെ ട്രംപ് കുറേ കഴിഞ്ഞാൽ നമുക്ക് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇവിടെ നടപ്പാക്കിയേക്കാം എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും ഉണ്ടാവും. ഞാനത് ഉറച്ചു നിൽക്കല്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ചെറുപ്പക്കാരൻ ഇത് വളരെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങളിലൊന്നായിട്ട് നമ്മൾ ഈ കൂടിക്കാഴ്ച, അതിനകത്ത് ഇനി ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും നമ്മൾ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു വലിയ വിഷ്വലാണ്. അമേരിക്കയിൽ പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ കാണാത്തൊരു സംഗതിയാണ് ഈ പറയുന്ന ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നതുകൊണ്ട് മാത്രം. അതായത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റിലാണ് അദ്ദേഹം പറഞ്ഞ ആളാണ്, സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ ആളാണ്. പക്ഷേ ട്രംപ് കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഒരു കാലത്ത് അമേരിക്കയും റഷ്യയും ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വമ്പനായിട്ട് തല്ലുകൂടിയിരുന്ന ഇതാണ് നമ്മുടെ ലോകക്രമം തന്നെയും. അപ്പോൾ അവിടെ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് എന്ന് വിചാരിക്കുന്ന ഒരാൾ മുന്നിൽ വന്ന് കസേരയിരിക്കുകയാണ്. നാളെ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ നാളെയും വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. ഇതിനകത്ത് ഇതിനൊരു പ്രീക്വലുണ്ട്. കാരണം ഇത് കഴിഞ്ഞ തവണ ട്രംപ് അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ ബിൽ ഡി ബ്ലാസിയോയുമായിട്ട്, അവിടുത്തെ ഈ ന്യൂയോർക്ക് മുൻ മേയറുമായിട്ട് ഇതേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ ഒരു കുറച്ച് ഈ മംദാനിക്ക് സമാനമായി കുറേ ആശയം ഒക്കെ പേറിയിരുന്ന ഒരാളാണ്. ആ നിലയ്ക്ക് ആളുകൾ ഈ ക്ഷേമ പദ്ധതികളിലേക്കൊക്കെ കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മോശം മേയർ എന്നാണ് ട്രംപ് ഇയാളെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതേ ആരോപണങ്ങളൊക്കെ, ഇതേ ഭീഷണിയൊക്കെ അയാൾക്കെതിരെ ഉണ്ടായിരുന്നു, ബിൽ ഡി ബ്ലാസിയോയ്ക്കെതിരെയും. പക്ഷേ
പിന്നീട് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി, ചർച്ച നടത്തി, ഫണ്ട് അനുവദിച്ചു, കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അല്ല, ആത്യന്തികമായി ഇത് ഇത്രയും ചർച്ചയാവുന്നതിന് കാരണം മംദാനിയുടെ ഒരു രീതി, അദ്ദേഹത്തിൻ്റെ വംശീയ വേരുകളുമായി ബന്ധപ്പെട്ടുള്ള സംഗതി, ഇതെല്ലാം കൊണ്ടാണ് മറ്റൊരു തരത്തിൽ കൂടി ഇത് ചർച്ചയാവുന്നത്. ഏതാണ്ട് ആശയപരമായി ട്രംപിന്റെ മകൻ ഇദ്ദേഹത്തെ അതെ ഈ തരത്തിൽ വംശീയതയും കൂടി പറഞ്ഞ് കളിയാക്കിയും കൂടി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുണ്ട് ആശയപരമായി ഇതേ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് മുമ്പും ഇത് ട്രംപ് ഇവിടെ ന്യൂയോർക്ക് മേയർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ജിജ്ഞാസ നിറഞ്ഞ രാഷ്ട്രീയ ആകാംക്ഷയോടെയാണ് ട്രംപ് മംദാനി കൂടിക്കാഴ്ചയെ അവർ ഒറ്റുനോക്കുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ കൗതുകം. ട്രംപ് മംദാനിയെ കമ്മ്യൂണിസ്റ്റ് എന്ന് തന്നെയാകുമോ നാളെയും വിശേഷിപ്പിക്കുക? കുത്തുവാക്കുകൾ പറയുമോ? പ്രത്യയശാസ്ത്ര ദൃഢതയോടെ മംദാനി തിരിച്ചടിക്കുമോ? അതോ ഉപചാര മര്യാദകളോടെ വളരെ സൗഹാർദ്ദപരമായി തന്നെ ആ കൂടിക്കാഴ്ച അവസാനിക്കുമോ? ന്യൂയോർക്കിനുള്ള ഫെഡറൽ ഫണ്ടിംഗ് ട്രംപ് അനുകൂല നിലപാട് സ്വീകരിക്കുമോ? അതിനായി മംദാനി അയയുമോ? കാത്തിരിക്കാം. കൂടിക്കാഴ്ചയുടെ കൃത്യമായ സമയം അറിവായിട്ടില്ല. വിശദ റിപ്പോർട്ട് ന്യൂസ് മലയാളത്തിൽ ഉണ്ടാകും.